എന്തെങ്കിലും ഒരു കാര്യം പുതിയത് പഠിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതും വ്യത്യസ്തമല്ല. ഏതൊരു കാര്യം പോലെ തന്നെ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി അറ്റൈൻ ചെയ്യുക എന്നുള്ളതും ഒരു ഡിഫിക്കൽട്ട് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ക്ഷമയോടെ പടിപടിയായിട്ട് ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ആദ്യ പടി എന്നോണം നിങ്ങൾ ചെയ്യേണ്ടത് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ പദസമ്പത്ത് ഒരു ബേസിക് ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് വേണ്ടത് 1000 മുതൽ 2000 വരെ വേർഡ്സുകൾ അറിഞ്ഞിരിക്കണം. അതൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലായിക്കോട്ടെ ഒരു 3000 തൊട്ട് 6000 വേർഡ്സ് വരെ അറിഞ്ഞിരിക്കണം. എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലോ 6000-ന് മുകളിൽ വാക്കുകൾ അറിഞ്ഞിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് റൈറ്റ് കോണ്ടെക്സ്റ്റിൽ റൈറ്റ് വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി വൊക്കാബുലറി അത് എങ്ങനെയെങ്കിലും കുറേ വാക്കുകൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതല്ല. വൊക്കാബുലറി തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ആക്റ്റീവ് വൊക്കാബുലറി, മറ്റൊന്ന് പാസീവ് വൊക്കാബുലറി. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ കമ്മിങ് ഷോർട്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.